യുവാർ പ്രദീപിന്റെ തെരഞ്ഞെടുപ്പ് വേദിയിലാണുള്ളത്. ഇപ്പോൾ നമുക്കൊപ്പം കെ രാധാകൃഷ്ണൻ കൂടി ചേരുകയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എത്രത്തോളമായി ഇപ്പോൾ പ്രചരണം? ഇനിയിപ്പോൾ 2 ദിവസം മാത്രമേ ഉള്ളൂ, നാളെ കൊട്ടിക്കലാശമാണ്. അപ്പോൾ എത്രത്തോളം പ്രതീക്ഷയുണ്ട് ശരിക്കും? അതായത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിങ്ങിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നാളെ പറഞ്ഞ പോലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ആത്മവിശ്വാസത്തിൽ എത്തിയിരിക്കുകയാണ്. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷൻ കഴിഞ്ഞ 25-ാം തീയതി ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ ലാസ്റ്റ് ലാപ്പിൽ 2 ദിവസം 6 പഞ്ചായത്തുകളിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ 4 യോഗം കഴിഞ്ഞു. വരവൂർ, അതുപോലെ തന്നെ ദേശമംഗലം, ചെറുതുരുത്തി, ഇന്ന് കൊണ്ടാഴി കഴിഞ്ഞു. ഈ 4 പൊതുയോഗങ്ങളിലും അഭൂതപൂർവമായിട്ടുള്ള ജനങ്ങളുടെ പങ്കാളിത്തമാണുള്ളത്. ഇന്ന് പഴയന്നൂരും അതുപോലെ തന്നെ തിരുവല്ലാമലയും 2 പൊതുയോഗത്തിനും കൂടി അദ്ദേഹം പങ്കെടുക്കും. പൊതുവെ വലിയ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഉണ്ടാക്കിത്തരുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് യുവാർ പ്രദീപ് സ്ഥാനാർത്ഥി വലിയ മുന്നേറ്റം, വിജയം കൈവരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഈ ചേലക്കര മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം രാധാകൃഷ്ണനെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളും കൂടിയാണ് രാധാകൃഷ്ണൻ. അതുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്? അതായി 96 മുതലാണ് ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ഈ മണ്ഡലം നിൽക്കാൻ തയ്യാറായത്. 96-ന് ശേഷം ഒരുപക്ഷെ നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ രീതിയിലുള്ള മാറ്റത്തിന് വിധേയമായ ഒരു മണ്ഡലമാണ് ചേലക്കര മണ്ഡലം. 96-ന് മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ 140 അസംബ്ലി മണ്ഡലങ്ങളിൽ 140-ാം സ്ഥാനത്തായിരുന്നു വികസന രംഗത്ത് നമ്മുടെ ചേലക്കര മണ്ഡലം. ഇന്ന് ഏത് ഒരു വികസിത മണ്ഡലത്തോടും കിടപിടിക്കാവുന്ന രീതിയിൽ വ്യത്യസ്ത മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. തുടർച്ചയായി 6 തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചത്. ഇത് 7-ാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. തികഞ്ഞ വിശ്വാസം തന്നെയാണ്. തീർച്ചയായിട്ടും തികഞ്ഞ വിശ്വാസം തന്നെയാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ അദ്ദേഹവും നമ്മോട് പങ്കുവെക്കുന്നത്. ഈ മണ്ഡലം ഇത് ഇടതിന് കൃത്യമായ സ്വാധീനമുള്ള മണ്ഡലമാണെന്നറിയാം. അതുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസം കളയാതെ തുടർ ഭരണം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് രാധാകൃഷ്ണനും നമ്മോട് പറയുന്നത്. ചേലക്കരയിൽ നിന്നും ക്യാമറമാൻ ബിനു ശ്രീമംഗലത്തിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്.